വരി. ചേട്ടൻ്റെ പേരെന്താ? നാരായണൻ. ആ, നാരായണൻ. ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നവരാണല്ലേ? നെൽകൃഷി ഇപ്പോഴും നന്നായി നടക്കുന്നുണ്ട് പാലക്കാട്. കുഴപ്പമില്ലാതെ ഞങ്ങളൊക്കെ പണ്ട് നെൽവയലിൽ കൃഷി ചെയ്തിരുന്നു. പന്നിന്റെ ശല്യമാണ് ഇപ്പൊ കൂടുതലുള്ളത്. ആ, ഈ പന്നിയുടെ ശല്യം അല്ലാതെ വേറെന്താ കർഷകർക്ക് പ്രധാനമായിട്ട് ഇവിടെ പ്രശ്നങ്ങളുള്ളത്? പിന്നെ മയിലുണ്ട്, അത് പിന്നെ വന്നാലും സൈഡൊക്കെ ഇങ്ങനെ ഊരി തിന്നും, അത് മാത്രമേ ഉള്ളൂ. കൂടുതലും പന്നി തന്നെയാണ് മെയിൻ. അപ്പൊ അതിനല്ല ഈ വേലി കെട്ടുന്നത്. വേലിയൊക്കെ പോയല്ലോ. ഇനിയിപ്പോ തുടങ്ങും. ഇനിയിപ്പോ ഈ സമയത്ത് പന്നി ശല്യം ചെയ്യില്ല. ഇനിയിപ്പോ വളർന്നുകൊണ്ടിരിക്കും. അതിനാവശ്യമായ സൗകര്യം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടൂലേ? ഗവൺമെന്റ് ഭാഗത്തുനിന്നൊന്നുമില്ല. അതെ, പഞ്ചായത്ത് സബ്സിഡിയോടുകൂടി ഈ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കൃഷി വകുപ്പിൽ നിന്ന് വളവും മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടും. നെല്ല് കൃഷി മാത്രമാണോ ചെയ്യുന്നത്? ഇപ്പോൾ നെൽകൃഷി മാത്രമാണ്. എന്ത് നെല്ലാണിത്? ഉമ. ഉമയാണ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടം തോന്നുന്നു. മണ്ഡലത്തിൽ കൂടുതലും കന്നിമാസം വിടും. പക്ഷെ പണ്ട് ബദാണ്ടം, പഴയ കുട്ടിക്കണ്ടപ്പൻ, പിന്നെ അയ്യാറെട്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുള്ള കാര്യം അതാ. ഇവിടെ അതൊന്നുമില്ല. പൂച്ചമ്പാൻ, കയമുണ്ടല്ലേ? അതൊക്കെ നേരത്തെ ഉള്ളത്. അതൊന്നും ഇല്ല. മസൂരി, ബാസ്മതിയും മറ്റുമൊക്കെയാണ് പഞ്ചാബിലും ഹരിയാനയിലും. കയമ വയനാട്ടിലുണ്ടായിരുന്നു. കഴമൊക്കെ ഇട്ടിട്ട് കുറെ ഒരു 10-40-50 കൊല്ലം. കടമയാണോ കയമയാണോ? കഴമയാണല്ലേ? മസൂരി ഉണ്ടായിരുന്നു, സിയോ ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഓർമ്മയിലുള്ളതാണ്. സന്തോഷം. പക്ഷെ അതാ, കർഷകർ അധ്വാനിച്ചിട്ടാണല്ലോ എല്ലാവരും തിന്നുന്നവരതൊന്നും ഓർക്കൂല അല്ലേ? അല്ല, ഇപ്പൊ എല്ലാറ്റിനും അവഗണിക്കപ്പെടുന്നത് കർഷകരാണ് പറയാം. കർഷകർക്കാണ് ഏറ്റവും വലിയ സഹായം നൽകേണ്ടത്. നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകർക്കാണ്. തരിശുഭൂമി ഒരാള് കൃഷി ചെയ്ത് അതിനെ ഹരിതാപമാക്കിയാൽ അതിന് അവന്റെ അവകാശം കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അവന് പട്ടയം കൊടുക്കുന്നുണ്ടല്ലേ ഗവൺമെന്റ്? ഇവിടെ അല്ല, ഏകദേശം തരിശു ഭൂമികളിലൊക്കെ കൃഷി ഉള്ള സൗകര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. നാരായണ ചേട്ടൻ എത്ര കുട്ടികളുണ്ട്? എനിക്ക് 3. അവരൊക്കെ എന്താ ചെയ്യുന്നത്? 2 മൂത്തത് 2 പെൺകുട്ടികൾ. അവരെ കെട്ടിച്ചു കൊടുത്ത് അവർക്കൊക്കെ 2 കുട്ടികൾ. അവരും കർഷകരാണോ? അല്ല, അവരല്ല. ഈ തെങ്ങുണ്ടല്ലേ? അപ്പൊ ഈ വയലില് തെങ്ങ് വെച്ചാല് ചോലയാവൂലേ? അപ്പൊ നെല്ല് വളരാതാവൂലേ? അവിടെ മാത്രം ലേശം ഉണ്ടാവും. വലിയ തണലുണ്ടാകൂല. പിന്നെ ഒറ്റപ്പെട്ട ഓരോ വരിയിൽ അങ്ങനെയല്ലേ വെക്കുന്നുള്ളൂ? വരമ്പുകളിൽ മാത്രം. എല്ലാവിടെയും ഇല്ല. അത് വെച്ചോളം ലേശം കുറച്ചൊരു വളവ് കുറവായിരിക്കും. അതും പഴയ പോലെ ചെറിയ കുറവുണ്ടാവും. പഴയ കായൊന്നും ഇല്ല അപ്പൊ തെങ്ങിലൊന്നും. ഒക്കെ ഇതിന്റെ നെൽകൃഷിന്റെ ഒരു ചെറിയ സഹായം അതുകൊണ്ടൊരു സഹായം കിട്ടും. അതാണ്. തെങ്ങ് മണ്ടരി ഉണ്ടോ? മണ്ടരിക്കൊക്കെ നേരത്തെയൊക്കെ മരുന്നൊക്കെ അടിച്ചാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഓർഗാനിക് അല്ല. ഞാൻ പഞ്ചാബ് പോയപ്പോ അവിടെ യൂറിയ നന്നായി ഉപയോഗിക്കുന്നുണ്ട് ഗോതമ്പ് ഉൽപാദനത്തില്. പക്ഷെ കർഷകൻ അവർക്ക് വേണ്ടി ഇതൊന്നും ഇടാതെ ഉണ്ടാക്കും. അപ്പൊ ഞാൻ അവിടുന്ന് ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്നു മുമ്പ് വീട്ടിൽ നിന്ന്. സാധാരണ ഗോതമ്പിന് 34 ഉറുപ്പ്യാണ്. അയാളുടെ സ്വന്തം ഗോതമ്പിന് 57 ഉറുപ്പ്യ. ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓർഗാനിക് മാത്രം ചെയ്തിട്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വീട്ടിലേക്കെങ്കിലും രാസവളം ചേർക്കാതെ ഉണ്ടാക്കുന്നുണ്ടാവില്ല. രാസവളം ഇല്ലാതെ കൃഷി മൊത്തത്തിൽ മോശമായിരിക്കണം അല്ലേ? അതെന്താ മറവച്ചത്? പച്ചക്കറി വെക്കുക. പച്ചക്കറി പന്നി വരാതിരിക്കാൻ. കിട്ടിയത്. പന്നി വരുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തോക്കൊന്നും തരില്ലേ ഗവൺമെന്റ്? ലൈസൻസോട് കൂടി. അതെ, അതൊന്നും പഞ്ചായത്തിൽ നിന്നൊന്നും വരുന്നില്ല. ഇല്ല അല്ലേ? ഓർഡറൊക്കെ ഉണ്ട് പഞ്ചായത്തിൽ നിന്ന് ചെയ്യുന്നത്. അതൊന്നും ആരും വരുന്നില്ല ചെയ്യുന്നു. നിങ്ങളുടെ പേരെന്തേലും? എൻ്റെ പേര് അബ്ദുൽ സലീം. ഞങ്ങൾക്ക് നേരിടുന്ന 3 പ്രശ്നങ്ങൾ മെയിനായിട്ട്. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് താങ്ങുവിലയ്ക്ക് എടുക്കണം. താങ്ങുവിലയ്ക്ക് എടുത്തതിൻ്റെ പൈസ ഉടനെ തരണം. കാരണം ഞങ്ങൾ
ഓരോ വർഷം കഴിയുന്നവരും കൃഷിക്കാർ ഭൂമി വിറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. 2, മൂന്നാമത് ഞങ്ങളിവിടെ കൃഷി ഇറക്കുന്ന സമയത്ത് അവിടെ തൊഴിലുറപ്പ് തുടങ്ങും. അപ്പം ഞങ്ങൾക്ക് ലേബർ പ്രശ്നം വരും. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കൃഷിഭവൻ. കൃഷിഭവനിൽ 5ഉം 6ഉം സ്റ്റാഫുണ്ട്. ഒരു സ്റ്റാഫ് പോലും കൃഷിക്കാരൻ്റെ ഇടയിൽ ഇറങ്ങി വരില്ല. ഓഫീസിലിരുന്ന് കാറ്റും അവർ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നടത്തും. ഞങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല. ഞങ്ങൾക്ക് ഇവിടെ കീടങ്ങൾ അറ്റാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോകുന്നത് കൃഷിഭവനിൽ പോയാൽ അവർക്ക് അറിയില്ല എന്ന് പറയും, അല്ലെങ്കിൽ അവർ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് രണ്ടും ചെയ്യില്ല. ഞങ്ങൾ നേരെ പോകുന്നു, മരുന്ന് ഷോപ്പിൽ പോകും, കീടനാശിനി കടയിൽ പോയി അവരുടെ അടുത്ത് പറയുമ്പോൾ അവരുടെ അറിവിലുള്ള മരുന്ന് അവർ തരും, നമ്മളിവിടെ കൊണ്ട് അടിക്കും. കർഷകന്റെ മക്കളെ കൃഷി ഓഫീസറാക്കണം, അതാണ് പോയിന്റ്. കർഷകന്റെ മക്കൾ കൃഷി ഓഫീസറാക്കണം, കൃഷി അസിസ്റ്റന്മാരാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കൃഷിഭവന്റെ ആവശ്യമില്ല. മനസ്സിലായില്ല? ആകെ 5-6 സ്റ്റാഫ്, നമുക്ക് അത്രയും നമുക്ക് ഗവൺമെന്റ് ചെലവ് കൂടിക്കൊണ്ടിരിക്കുക. നമുക്കൊരു കാര്യമില്ല. കൃഷിക്കാർക്ക് യാതൊരു കാര്യമില്ല. പിന്നെ അതേപോലെ പറമ്പിക്കുളം വെള്ളമാണ് ഞങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യണത്. അതിന്റെ എഗ്രിമെന്റും മറ്റുള്ളതൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും. പറമ്പിക്കുളം ആളിയാർ അതൊന്ന് കറക്റ്റ് ചെയ്യിപ്പിക്കണം. സമയാസമയങ്ങൾ ആ ടേൺ കറക്റ്റ് ചെയ്തിട്ട് വെള്ളം വിടണം. ഈ ഇസ്ലാമിക് കർമ്മശാസ്ത്രത്തിൽ പറയുന്നത് തൊഴിലാണോ, വ്യവസായമാണോ, അല്ലെങ്കിൽ കൃഷിയാണോ, ഏതാണ് ഏറ്റവും നല്ല തൊഴിൽ? കച്ചവടമാണോ, വ്യവസായമാണോ, കൃഷിയാണോ എന്നുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. ഇപ്പം കൃഷിയാണെന്നാണ് ഒരു പ്രബലമായ അഭിപ്രായം. അതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്ന്, കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങളാണ് മനുഷ്യൻ്റെ. ഭക്ഷണമല്ലേ, ആർക്കും ഒഴിച്ചുവിടാൻ പറ്റാത്തതാ. ഫർണിച്ചറും വീടും ഇല്ലെങ്കിലും കഴിയാം. രണ്ടാമത്തത്, കർഷകന് തവക്കുലുണ്ട്. അവൻ ദൈവത്തിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് വിത്തെറിയുന്നത്. മുളക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. 100 വിത്തെറിഞ്ഞാൽ ചിലപ്പോൾ 10 മുളക്കും. അതിൽ നിന്നും മറ്റൊരു കാര്യം, മനുഷ്യന് പുറമെ പക്ഷികൾക്കും മറ്റ് ജീവികൾക്കും ഒക്കെ ഇത് കിട്ടും. അപ്പോൾ ഇനി അഥവാ വേറെ ഏതെങ്കിലും ജീവികൾ തിന്നുപോയാലും നമുക്ക് സമാധാനമുണ്ട്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് കിട്ടാതെ മുഴുവനും കാട്ടാന കയറി നശിപ്പിച്ചാൽ, പന്നി നശിപ്പിച്ചാൽ കാര്യമില്ല. പക്ഷെ പക്ഷികളും മറ്റുമൊക്കെ മിതമായി അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ കുറച്ച് തിന്നുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂലി കൂടെ നമുക്ക് കിട്ടും. എല്ലാവരും കൂടെ കൃഷി നിർത്തിപ്പോയാൽ സിമെൻറ്റും കമ്പിയൊക്കെ കഴിക്കേണ്ടി വരും. അത് സാധിക്കില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. പിന്നെ ഞങ്ങളും തരിശുഭൂമികൾ ജീവിപ്പിക്കാൻ വേണ്ടി SYSൻ്റെ വോളണ്ടിയേഴ്സിനെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ധാരാളം ഭൂമികൾ ഞങ്ങൾ വാഴയും കപ്പയും മറ്റൊക്കെ വെച്ചും പാടശേഖര കൃഷി ചെയ്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. SYSൻ്റെ മാനവ സഞ്ചാരമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാറ്റിനം ഇയർ പ്രോഗ്രാം ഉണ്ട് തൃശ്ശൂരിൽ, ഡിസംബർ 27, 28, 29. ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ഷണിക്കുകയാണ്. തൃശ്ശൂർ നാരായണേട്ടൻ മുഖ്യ കർഷകനാണ് ഇവിടുത്തെ. ഇൻഷാ അല്ലാഹ് വരട്ടെ. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.